Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഓവർഹീറ്റ് ആയാൽ ഓവർഹീറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരുടെ ഫോണും ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോഴത്തേക്കും ഹീറ്റാവും, ചെറുതായിട്ടൊക്കെ ഹീറ്റായി വരും. അങ്ങനെ ഹീറ്റായിട്ട് നല്ല ഓവറായിട്ട് നമുക്ക് തന്നെ തോന്നും നല്ല ഓവറായിട്ട് ഹീറ്റ് ആവുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഫോൺ നല്ല ഓവറായിട്ട് ഹീറ്റായി, എന്നിട്ടും നമ്മൾ വീണ്ടും ആ ഗെയിം തന്നെ നമ്മൾ ഫോൺ ഓഫാക്കാതെ വീണ്ടും തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, അതായത് ഫോൺ ഓവർ ഹീറ്റായിട്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ ഫോണിന് സംഭവിക്കുമോ, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ ഫോണിന് സംഭവിക്കുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ കമൻസിൽ എൻ്റെ പല വീഡിയോസിലും താഴെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് തന്നെ ടോപ്പിക്കായിട്ട് കൊണ്ടുവന്നത്. അത് നമ്മുടെ മൊബൈൽ ഓവർ ഹീറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രോസസ്സർ അതിൻ്റെ അനുസരിച്ചുള്ള ഓവർലോഡ് എടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മുടെ ഫോൺ ഹീറ്റ് ആവുന്നത്. അതായത് ഹൈ എൻഡഡ് ആയിട്ടുള്ള ഗെയിംസുകൾ, ഹൈ എൻഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഒന്നിച്ച് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും പ്രോസസ്സറിൻ്റെ ലോഡ് കൂടുതലായി വരുന്ന സന്ദർഭങ്ങളിൽ ഫോൺ വളരെയേറെ ഹീറ്റാവും. അങ്ങനെ ഹീറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അങ്ങനെ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഫോൺ ഓവർ ഹീറ്റായി തുടങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ ഓഫ് ചെയ്ത് വെച്ച് അത് തണുക്കാൻ അനുവദിക്കുക. അല്ലാതെ നിങ്ങൾ വീണ്ടും ഫോൺ ഓവർ ഹീറ്റായിട്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫോണിൽ മർമ്മപ്രധാനമായിട്ടുള്ള 2 ഐസികളുണ്ട്. നമ്മുടെ ഫോൺ നല്ല രീതിയിൽ നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്നതിനും 2 ഐസികൾ മെയിനായിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോസുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് പ്രോസസ്സിംഗ് ഐസി അല്ലെങ്കിൽ CPU എന്നും, രണ്ടാമത്തത് EMMC IC അല്ലെങ്കിൽ UFS IC. ഒന്നുകിൽ EMMC IC ആയിരിക്കും അല്ലെങ്കിൽ UFS IC ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കാം. ഒന്ന് പ്രോസസ്സിംഗ് IC CPU അല്ലെങ്കിൽ 2 EMMC IC. ഈ 2 ICകളുടെയും കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സർക്യൂട്ട് ബോർഡിൽ നിന്ന് കട്ടായി പോകും എന്നുള്ളതാണ് ഓവർ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഫോണിലെ ICകൾ ബോർഡിലെ സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ബോളുകൾ കൊണ്ടാണ്, ചെറിയ ചെറിയ ബോൾ ലെഡുകൾ കൊണ്ടാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത്. ബോൾ ICയെക്കുറിച്ച് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആ ഒരു വീഡിയോ കാണുക. ബോളുകൾ പോലുള്ള ലെഡുകൾ കൊണ്ടാണ് ഈ ഒരു ICയും നമ്മുടെ ഫോണിലെ സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഈ ഒരു ലെഡ് ട്രൈ ആവും. ഈ ബോൾ ലെഡ് ട്രൈ ആയിട്ട് നമ്മുടെ ഫോണിലെ സർക്യൂട്ടുമായി ഈ IC കോണ്ടാക്റ്റ് കട്ടായി പോകും. ലെഡ് ട്രൈ ആയിട്ട് അവിടുത്തെ സർക്യൂട്ട് കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെയിൻ ICകളുടെ സർക്യൂട്ടുകൾ കട്ടാവുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഫോൺ തന്നെ ഡെഡായി പോകാനുള്ള കാരണമാകും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫോൺ ഓഫായി പോവുക, അതായത് ഫോൺ ഓണാകാതെ ഡെഡ് കണ്ടീഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് സംഭവിക്കുക, ഫോൺ ഓണായി ഓഫായി അങ്ങനത്തെ ഇഷ്യൂസുകൾ ഉണ്ടാവുക. കാരണം നമ്മുടെ ഫോണിൽ ഏതൊരു കാര്യവും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ CPU കമാൻഡിങ്ങിനനുസരിച്ച് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ CPU എന്നുള്ള ഒരു കമാൻഡ് കിട്ടണം, ഒരു CPU എന്നുള്ള ഒരു കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഏത് കോൺടാക്റ്റിൽ ലെഡാണോ ട്രൈ ആയി കണക്ഷൻ കട്ടായി പോകുന്നത് അത് പിന്നീട് വർക്ക് ആവാതെ വരും എന്നുള്ളതാണ്. ക്യാമറയിലേക്കുള്ള ലെഡ് കട്ടാവുകയാണെങ്കിൽ ഇത് കട്ടാവുകയാണെങ്കിൽ ക്യാമറ വർക്ക് ആവാതെ വരും. അങ്ങനത്തെ ഏത് ഇഷ്യൂസുകളും നമ്മുടെ ഫോണിലുള്ള ഏത് ഇഷ്യൂസുകളും ഈ ഒരു CPU ലെഡ് ട്രൈ ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ EMMCയുടെ ലെഡ് ട്രൈ ആവുന്നത് കൊണ്ടോ കട്ടാവുന്നത് കൊണ്ടോ കോൺടാക്റ്റ് കട്ടാവുന്നത് കൊണ്ടോ സംഭവിക്കുമെന്നുള്ളതാണ്. ഇതിൻ്റെ മെയിൻ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫോൺ ഓവറായിട്ട് ഹീറ്റാണ് ഈ ഇഷ്യൂസുകൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കാം. ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുകയാണെങ്കിൽ ഭാവിയിൽ ഈ ഒരു ഇഷ്യൂസുകൾ നിങ്ങളുടെ ഫോണിൽ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് ഫോണുകൾ ഇങ്ങനെ EMMCയുടെ അല്ലെങ്കിൽ CPUൻ്റെ ലെഡ് ട്രൈ ആയിട്ട് കോൺടാക്റ്റ് കട്ട് ഇഷ്യൂസുകളുമായിട്ട് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ ഒരു CPU ICക്കും അല്ലെങ്കിൽ EMMC ICക്കും മാത്രമേ ഈ ഒരു ഇഷ്യൂസ് സംഭവിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിന് മാത്രമല്ല ഏതൊരു ICക്കും നമ്മുടെ ഫോണിൽ ഉള്ള ഏതൊരു ICക്കും ഈ ഒരു ഇഷ്യൂസ് ഓവർ ഹീറ്റായിട്ട് ഈ ഒരു കണക്ടിവിറ്റി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ഒരു ലെഡ് ട്രൈ ആയി പോയിട്ട് കണക്ടിവിറ്റി കട്ടാവുന്ന ഒരു പ്രോബ്ലംസ് ഏതൊരു ICക്കും സംഭവിക്കാം. അത് നെറ്റ്വർക്ക് ICക്കാവാം, ചാർജിങ് ICക്കാവാം, പവർ ICക്കാവാം, അങ്ങനെ ഏതൊരു ICക്കും സംഭവിക്കാം. പക്ഷേ കൂടുതലും സംഭവിക്കുന്നത് നമ്മുടെ CPU IC അല്ലെങ്കിൽ EMMC ICക്കാണ്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് കൂടുതൽ ഹീറ്റ് ആവുന്നത്, നമ്മുടെ മൊബൈലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഹീറ്റ് ആവുന്ന 2 ICകളാണ് ഈ ഒരു CPU IC. മെയിനായിട്ട് CPU IC ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് കൂടുതലും CPU ആയിരിക്കും പെട്ടെന്ന് ഈ ഒരു പ്രോബ്ലം സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രതിവിധി, ഇതെങ്ങനെയാണ് ഇഷ്യൂസുകൾ റെഡിയാക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് നിങ്ങളുടെ ഫോണ് വാറണ്ടിയുള്ള ഫോണാണെങ്കിൽ, നിങ്ങളുടെ വാറണ്ടി പീരീഡിലുള്ള ഒരു ഫോണാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസ് ആണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ ഫോണിലെ ബോർഡ് മാറ്റി തരും. ഇനി നിങ്ങളുടെ ഫോണ് വാറണ്ടി പീരീഡിൽ അല്ലാത്തൊരു ഫോണാണെങ്കിൽ, വാറണ്ടി പീരീഡ് കഴിഞ്ഞു ഒരു ഫോണാണെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് ഏത് ഷോപ്പിൽ കൊടുക്കണമെന്ന് ചോദിക്കണമെങ്കിൽ IC TPUവും EMMC ഒക്കെ IC ഒക്കെ റീബോൾ ചെയ്യുന്ന ഷോപ്പിൽ കൊടുത്ത് IC ഇളക്കി ഒന്നുകൂടി ലിഡൊക്കെ ചെയ്ത് അതായത് റീബോൾ ചെയ്തെടുക്കണം. ഓക്കെ, ഒന്നും കൂടെ ഇളക്കി ഒന്നും കൂടെ റെഡിയാക്കി എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ഷോപ്പുകളിലൊന്നും ചെയ്യത്തില്ല. ഈ ഒരു IC വർക്കൊക്കെ ചെയ്യുന്ന CPU ഇതിൽ IC റീബോൾ ചെയ്യുന്ന ഷോപ്പുകളിൽ കൊടുത്ത് തന്നെ നിങ്ങളിത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബോർഡിന് മാത്രമല്ല ഇത്തരം ഇഷ്യൂസ് സംഭവിക്കുക, നമ്മുടെ ബാറ്ററിയും ഇതേപോലെ ഓവർ ഹീറ്റായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രോബ്ലംസ് സംഭവിക്കാം. അതായത് കൂടുതൽ ഓവർ ഹീറ്റായിട്ട് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും ബാറ്ററിയുടെ ലൈഫും വളരെ പെട്ടെന്ന് കുറയുന്നതിന് കാരണമാകും. ഓക്കെ, അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.